അമേരിക്ക റൗഡി രാഷ്ട്രമാണെന്നും അമേരിക്ക ക്യാപിറ്റലിസ്റ്റ് രാഷ്ട്രമാണെന്നൊക്കെ പറഞ്ഞിട്ട് അമേരിക്കയിലെ സൗകര്യങ്ങൾ അനുഭവിക്കാനായിട്ട് പോകുന്നു എന്നുള്ളത് വേറൊരു കാര്യം. മുഖ്യമന്ത്രിയുടെ ചികിത്സയ്ക്ക് വേണ്ടി അടിക്കടി ഇവിടെ വരുന്നത് അത് അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തോട് അദ്ദേഹത്തിന്റെ ആശയത്തോട് ചെയ്യുന്ന ഒരു വലിയ അനീതിയാണ്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും എത്രത്തോളം ഭരണം നിർവഹിക്കപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളിലും മുഖ്യമന്ത്രിയുടെ ശ്രദ്ധ വരുന്നുണ്ടോ എന്നുള്ള കാര്യവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ എപ്പോഴും പറയുന്നതാണ്, അമേരിക്കയിലെ ഡെമോക്രാറ്റുകളും CPM-കാരും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. ഐഡന്റിക്കൽ ട്വിൻസ് ആണ്. ആടും പോലെയുള്ള വ്യത്യാസമുണ്ട്. അഭിനവ ഡെമോക്രാറ്റുകളും CPM-കാരും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. ജിൻസെ, എന്തിനാണ് അദ്ദേഹം ഇങ്ങനെ അടിക്കടി പോകുന്നത്? എന്തിനാണ് അദ്ദേഹം ഇങ്ങനെ ദുബൈ പോലുള്ള ഒരു സ്ഥലത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്റ്റോപ്പ് ഓവർ എടുക്കുന്നത്? അവരുടെ അണികൾ കഴുതകളായിട്ടിരിക്കുവാണെങ്കിൽ, അവരുടെ അണികൾക്ക് ഇതിനെക്കുറിച്ച് വിവരമില്ലെങ്കിൽ, എന്തു പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയുന്ന വിശ്വസിക്കുവാണെങ്കിൽ, അവരുടെ നേതാക്കന്മാർ സ്വത്തോടും സന്തോഷത്തോടും കൂടി കഴിഞ്ഞോട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു അണികളാണ് അവർക്കുള്ളത്. അതിനെക്കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമസ്കാരം. വോക്കി ടോക്കിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഇന്നലെ ചർച്ച ചെയ്തതിന്റെ തുടർച്ചയാണ്. UAE യാത്രകളും അതിന്റെ പിന്നാമ്പുറ കഥകളും തീർന്നിട്ടില്ല. മുഖ്യമന്ത്രിയുടെ വിദേശ യാത്രയില് ദുരൂഹതകൾ പ്രതിപക്ഷവും ജനങ്ങളും നിരന്തരം ഉയർത്തുന്നുണ്ട്. അപ്പോഴാണ് അമേരിക്കയിൽ ചികിത്സയ്ക്കായി അടിക്കടി മുഖ്യമന്ത്രി യാത്ര ചെയ്യുന്നത്. ഇതിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ? എന്താണ് ജിൻസിനും ഷാജനും പറയാനുള്ളത്? മുഖ്യമന്ത്രി പിണറായി വിജയൻ ചികിത്സാർത്ഥം അമേരിക്കയിലോ ലോകത്തിലെ ഏത് രാജ്യത്തിൽ പോകുന്നതിനോ എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട് എനിക്കൊരു പ്രശ്നമില്ല. കാരണം അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. നികുതി പണം അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കാനായിട്ട് ഈ രാജ്യത്തിന്റെ നിയമം, അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് മാത്രമല്ല, നമ്മുടെ രാജ്യത്തിന്റെ ഭരണ നേതൃത്വത്തിൽ ഇരിക്കുന്ന എല്ലാവർക്കും, പ്രധാനമന്ത്രി, രാഷ്ട്രപതി മുതൽ ഇങ്ങോട്ട് MLA-മാര്, സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാവർക്കും അതിനുള്ള സൗകര്യം ഉണ്ട്. അപ്പൊ അത് അവര് മാന്യമായ വിധത്തിൽ ഉപയോഗിക്കുന്നതിൽ നമ്മൾ അതിനെ തെറ്റു പറയുന്നില്ല. കാരണം എല്ലാ പാർട്ടിക്കാരും അത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇതിനകത്തിലെ പ്രശ്നം എന്ന് പറയുന്നത്, അദ്ദേഹം ചികിത്സാർത്ഥം അമേരിക്കയ്ക്ക് പോയി എന്നുള്ളതല്ല. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് അദ്ദേഹത്തിന്റെ യാത്രകളെ കുറിച്ച്, അമേരിക്കയിലേക്കുള്ള അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്കുള്ള യാത്രയെ കുറിച്ച് പ്രതിപക്ഷം നിയമസഭയിലും അതുപോലെ തന്നെ അതിന് പുറത്തും പ്രതിപക്ഷ നേതൃത്വവും പല MLA-മാരും സാധാരണക്കാരായ ജനങ്ങളും അതിനൊരു സംശയം ഉണർത്തുന്നുണ്ട്. എന്തിനാണ് ഈ അടിക്കടിയുള്ള യാത്ര? അതിൽ തന്നെ അദ്ദേഹത്തിന്റെ യാത്രയിൽ അദ്ദേഹത്തെ അനുഗമിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, അദ്ദേഹത്തിന്റെ ഭാര്യ, മകള്, കൊച്ചുമക്കള്. അപ്പൊ ഇതാണ് സംശയത്തിന്റെ മുനയിൽ നിർത്തുന്നത്. അല്ലാതെ അദ്ദേഹം ചികിത്സയ്ക്ക് വേണ്ടി അമേരിക്കയിലേക്ക് പോകുന്നു, അത് വേറൊരു ടോപ്പിക്കാണ്. കേരളം നമ്പർ 1 ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും അടിക്കടി അമേരിക്കയെ അമേരിക്ക റൗഡി രാഷ്ട്രമാണെന്നും അമേരിക്ക ക്യാപിറ്റലിസ്റ്റ് രാഷ്ട്രമാണെന്നൊക്കെ പറഞ്ഞിട്ട് അമേരിക്കയിലെ സൗകര്യങ്ങൾ അനുഭവിക്കാനായിട്ട് പോകുന്നു എന്നുള്ളത് വേറൊരു കാര്യം. അത് പൊക്കോട്ടെ. അപ്പം എനിക്ക് പറയാനുള്ളത്, ഇദ്ദേഹത്തിന്റെ ഈ യാത്രയിലെ ദുരൂഹത നീങ്ങണമെന്നുണ്ടെങ്കിൽ ഈ ചികിത്സയും കാര്യങ്ങളും ഒക്കെ ഒരു പബ്ലിക് ഡൊമൈനിൽ വരണം. അത് ഇതുവരെ അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല എന്നുള്ളതാണ് എന്റെ അറിവ്. നമ്മൾ പലതും ഊഹിക്കുകയാണ്. അദ്ദേഹം മയോ ക്ലിനിക്കിൽ ചികിത്സയ്ക്ക് പോകുന്നു, പോകുന്ന വഴിക്ക് UAE-യില് പുള്ളി സ്റ്റോപ്പ് ഓവർ എടുക്കുന്നു. അത് കഴിഞ്ഞ് ചികിത്സയ്ക്ക് പോകുന്ന ആള് ചികിത്സ കഴിഞ്ഞിട്ട് ക്യൂബയിലേക്ക് പോകുന്നു, പിന്നെ കാനഡയ്ക്ക് പോകുന്നു. ഇങ്ങനെയുള്ള ഈ ചികിത്സയുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള പല യാത്രകൾ, ഇതൊക്കെയാണ് ആളുകളുടെ ഉള്ളിലുള്ള ദുരൂഹതകൾ, അല്ലെങ്കിൽ ആളുകളുടെ മനസ്സിലുള്ള സംശയം. ഇതൊന്നും ഈ സംശയങ്ങൾ ദൂരീകരിച്ചു കൊടുക്കാനായിട്ട് ഇതുവരെ മുഖ്യമന്ത്രിയുടെ ഓഫീസോ CPM നേതൃത്വമോ ഒന്നും തയ്യാറായിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പൊ അതാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. എന്തുകൊണ്ട് അദ്ദേഹത്തിന് ചികിത്സയ്ക്ക് മാത്രമായിട്ടാണ് പോകുന്നതെങ്കിൽ എന്തുകൊണ്ട് ആ കാര്യം വ്യക്തമായിട്ട് പറയുന്നില്ല? അതല്ല, ഇനി അതിന്റെ മറവിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടോ എന്നുള്ള കാര്യവും
അവര് പിന്നെ നമ്മള് സംശയിക്കുകയാണ്. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് പിന്നെ ചിന്തിക്കണം. നമ്മൾ പിന്നെ ഇത് കഴിഞ്ഞ കുറെ നാളുകളായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇത് ഇന്നലെ ഉള്ള ഒരു ടോപ്പിക്കല്ല. അദ്ദേഹം US പോകാൻ തുടങ്ങിയപ്പോൾ മുതലുള്ള ഒരു ടോപ്പിക്കാണ്. എന്തിനാണ് അദ്ദേഹം ഇങ്ങനെ അടിക്കടി പോകുന്നത്? എന്തിനാണ് അദ്ദേഹം ഇങ്ങനെ പിന്നെ ദുബൈ പോലുള്ള ഒരു സ്ഥലത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്റ്റോപ്പ് ഓവർ എടുക്കുന്നത്? അപ്പൊ അതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നത് ഇറ്റ്സ് പിന്നെ എക്സ്പ്ലനേഷൻ ആവശ്യമുള്ള ഒരു കാര്യമാണ്. പക്ഷേ നമുക്ക് ഇതുവരെ അതിന് ഒരു പ്രോപ്പർ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കിട്ടിയിട്ടില്ല. അതിന് മാത്രമെന്നല്ല, പലതിനും നമുക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ പറഞ്ഞ ഒരു കാര്യം, ഒരു സെക്കൻഡ്, ഷാദിനിപ്പോ ഒരു കാര്യം പറഞ്ഞായിരുന്നു. നമ്മളുടെ ഭരിക്കുന്ന ഭരണ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ മിനിസ്റ്റേഴ്സ് ആയിരിക്കുന്നവർക്കും അല്ലെങ്കിൽ MLA ആയിട്ടുള്ളവർക്കും തിരഞ്ഞെടുക്കപ്പെട്ട നേതൃത്വത്തിലുള്ളവർക്ക് നമ്മളുടെ ഖജനാവിലെ കാശ് എടുത്തുകൊണ്ട് അവരുടെ ചികിത്സാർത്ഥം അത് ഉപയോഗിക്കാമെന്നുള്ള ഒരു കാര്യം ഷാദിനി ഇപ്പൊ പറഞ്ഞായിരുന്നു. അപ്പൊ എന്റെ ഒരു ചോദ്യം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, അത് എത്ര പ്രാവശ്യം വേണമെങ്കിലും ഉപയോഗിക്കാനായിട്ടുള്ള ഒരു അനുമതി നമുക്കുണ്ടോ? അത് ലീഗലായിട്ട് അത് ഉണ്ടോ എന്നുള്ളത് എന്റെ ഒരു ചോദ്യമാണ്. ഷാജന പറഞ്ഞ പോയിന്റ് ഇന്നലെ വളരെ കൃത്യമായിട്ട് നമ്മൾ അത് ഡിസ്കസ് ചെയ്തതാണ്. മുഖ്യമന്ത്രിയുടെ ചികിത്സയ്ക്ക് വേണ്ടി, പ്രത്യേകിച്ച് അമേരിക്കയിൽ നടക്കുന്ന ഈ ചികിത്സയ്ക്ക് വേണ്ടി മുഖ്യമന്ത്രി അടിക്കടി ഇവിടെ വരുന്നത് അത് അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തോട്, അദ്ദേഹത്തിന്റെ ആശയത്തോട് ചെയ്യുന്ന ഒരു വലിയ അനീതിയാണ്. കേരളത്തിലെ ജനങ്ങളോട്, ടാക്സ് കൊടുക്കുന്ന ജനങ്ങളോട് ചെയ്യുന്ന ഒരു വലിയ അനീതിയാണ്. ഇത് ചികിത്സ മാത്രമാണോ എന്നുള്ളൊരു സംശയം ഇത് ഇന്നും ഇന്നലെയായിട്ട് തുടങ്ങിയതല്ല. 2 വർഷം മുമ്പ് 2023 ലോക കേരള സഭയുടെ ഒരു സമ്മേളനം ഇവിടെ ന്യൂയോർക്കിൽ വെച്ച് നടത്തി. കാരണം അമേരിക്കൻ മലയാളികൾക്ക് ലോക കേരള ഒരു NRI ലോക കേരള സഭ എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റിന്റെ ഒരു എക്സ്റ്റൻഡഡ് വേർഷൻ ആയിട്ട് ലോകത്തുള്ള എല്ലാ ആൾക്കാരെയും പങ്കെടുപ്പിച്ച് നമ്മുടെ കേരളത്തിന്റെ കേരളത്തിന്റെ വികസനത്തിൽ എല്ലാവരെയും പങ്കാളികളാക്കാനൊക്കെ ആയിട്ടുള്ള ഒരു നല്ല ആശയമാണ്. ആശയത്തിന് നമ്മൾ എതിർക്കുന്നില്ല. കാരണം ലോകം മുഴുവൻ പരന്നു കിടക്കുന്ന മലയാളി സമൂഹത്തെ ആ കേരളവുമായിട്ട് അടുപ്പിച്ച് നിർത്താനായിട്ടുള്ള ഒരു വലിയൊരു സംരംഭമായിരുന്നു. പക്ഷെ ആ ഒരു സംഭവത്തെ പോലും ഈ ഇടതുപക്ഷം അല്ലെങ്കിൽ ഈ CPM-ന്റെ നേതൃത്വത്തിലുള്ള ഈ ഭരണകൂടം ഒരു വളരെ വികൃതമായിട്ട്, അല്ലെങ്കിൽ അവരുടെ നേട്ടത്തിനകത്ത് അറിയാലോ. അപ്പൊ ഈ CPM ഈ കമ്മ്യൂണിസ്റ്റ് ഭരണം എന്ന് പറയുന്നത് അവരുടെ അനുചരന്മാർക്കും അനുയായികൾക്കും പ്രയോജനം കിട്ടാൻ വേണ്ടി മാത്രം ഉണ്ടാക്കി വെച്ച ഒരു സംവിധാനമാണ്. പക്ഷെ അന്നത്തെ സമയത്ത് അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സംവിധാനത്തിന്റെ, അതായത് പ്രവാസികൾ എന്ന് പറയുമ്പോൾ ഒരു അറ്റൻഷൻ ആവശ്യമായിട്ടുള്ള ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഗൾഫിൽ കിടക്കുന്ന ഈ മലയാളി സമൂഹമാണ്. ഗൾഫില് വളരെ താഴ്ന്ന മേഖലയിൽ നല്ല ഉയർന്ന നിലയിലൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ അവർക്കൊരു അറ്റൻഷൻ വേണ്ട സ്ഥലത്ത് ഇപ്പം ഇംഗ്ലണ്ടിൽ വെച്ച് നടത്തി. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു ലക്ഷ്യം എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു ലക്ഷ്യപ്രാപ്തിക്ക് ഇവരുടെ ഒരു പാർട്ടി സംവിധാനത്തിന്റെ, പാർട്ടി മെഷീനറിയെ അല്ലെ പാർട്ടി അനുഭാവികളെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട്, അതായത് ഒരു മലയാളി സമൂഹത്തിന്റെ ഒരു എല്ലാ ഭാഗത്തു നിന്നുള്ള ആൾക്കാരെ ഇതിന്റെ കൂടെ കൂട്ടുന്നതിന് പകരം ഒരു പാർട്ടി മെഷീനറിയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് അവർ ഉപയോഗിച്ചത്. അപ്പൊ അന്നൊക്കെ ഇതിനൊക്കെ ഒത്തിരി എതിർപ്പ് വന്നിരുന്നു. അപ്പൊ ഈ ദുരൂഹത എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, അമേരിക്കയിൽ വെച്ച്, ഇംഗ്ലണ്ടിൽ നടന്നതിന് ശേഷം അമേരിക്കയിൽ വെച്ച് ഈ പരിപാടി നടന്നു. അമേരിക്കയിൽ നമുക്കറിയാം ഈ മലയാളി സമൂഹത്തിന് വലിയ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല, അത് അധികമല്ല. അപ്പൊ ഈ മുഖ്യമന്ത്രിയുടെ ഈ ഒരു നേതൃത്വത്തില് ഇവിടെ ഒരു വൻ പരിപാടി സംഘടിപ്പിക്കാനായിട്ട് ഒരു തട്ടിക്കൂട്ട് സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കി. അതിനെക്കുറിച്ചൊക്കെ ഒത്തിരി അലിഗേഷൻ വന്ന എല്ലാ ചാനലുകാരും പറഞ്ഞു അത് വലിയൊരു തട്ടിപ്പ് സഭയാന്നുള്ള കാര്യത്തിൽ അന്ന് അതിനെക്കുറിച്ച് എല്ലാ ചാനലുകാരും വളരെ കൃത്യമായിട്ട് ആ വിഷയം എക്സ്പോസ് ചെയ്തതാണ്. അപ്പൊ അന്ന് ഉയർന്നു വന്ന ഒരു കാര്യമുണ്ടായിരുന്നു. മുഖ്യമന്ത്രി ഇവിടെ വന്നത്, അതായത് കുറെ ബിസിനസ്സുകാര്, കുറെ ആൾക്കാരുമായിട്ടുള്ള പല നെഗോഷിയേഷൻ, പിന്നെ അദ്ദേഹത്തിന്റെ മോളുടെ ഈ IT കമ്പനി, അതുമായിട്ട് ബന്ധപ്പെട്ട ദുരിതകള്, അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ ഡേറ്റ ചോർച്ചയുമായിട്ട് ബന്ധപ്പെട്ട സ്പ്രിംഗ്ലർ എന്ന് പറയുന്ന അമേരിക്കയിലെ ഒരു കമ്പനി, അതൊക്കെ ചെറിയ കമ്പനികളൊന്നുമല്ല, മലയാളി ഓൺ ചെയ്യുന്ന $1.8 ബില്യൺ ഡോളറിന്റെ ആസ്തിയുള്ള ഒരു കമ്പനിയാണ്. പിന്നെ അദ്ദേഹത്തിന്റെ മകൻ ദുബൈ ബേസ് ചെയ്തിട്ട് ബിസിനസ് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെയുള്ള കുറെ ഇതെല്ലാം കൂടെ കണക്ട് ചെയ്തിട്ട് ഇവിടെ നടന്ന ചില ബിസിനസ് ചർച്ചകൾക്കായിട്ടും ചില അന്തർധാരകൾക്കൊക്കെ ആയിട്ടാണ് വന്നതെന്ന് അന്ന് തൊട്ടേ ഈ ഒരു അലിഗേഷൻ വന്നതാണ്. അന്ന് പല ഭാഗത്തു നിന്ന് വന്നതാണ്. അന്ന് അതിനെയൊന്നുമല്ല. അപ്പം അത് തന്നെയല്ല, ഇവിടെ ഈ ഒരു പരിപാടി ഓപ്പറേറ്റ് ചെയ്തത് തന്നെ വളരെ മോശം. അപ്പൊ ഈ രാജ്യസ്നേഹമുള്ള, നാടിനോട് സ്നേഹമുള്ള കുറെ നല്ല വ്യവസായികളും ബിസിനസ്സുകാരും അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആ പരിപാടി ചീഞ്ഞു നാറിപ്പോയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ അത് നാണം കെട്ട് കുത്തുവാള എടുക്കേണ്ട ആൾക്കാരാണ്. 10, 1500, 2000 പേര് പങ്കെടുക്കും. 2.5 ലക്ഷം പേരുടെ പൊതുസമൂഹം എന്ന് പറഞ്ഞാൽ ഈ പരിപാടിക്കൊക്കെ നമ്മളും പോയതാണ്, നമ്മൾ കണ്ടതാണ്.
2.5 ലക്ഷം പേര് പങ്കെടുക്കുമെന്ന് പറഞ്ഞ ആ സമ്മേളനം ഈ പറയണ ടൈം സ്ക്വയറിൽ ഉണ്ടായിരുന്നത് 180 പേരെ ഒരു വേലിക്കകത്ത് കെട്ടിവെച്ചിട്ട് കസേരയൊക്കെ ഇട്ടത് അതും നിങ്ങൾ കണ്ടതാണ്. അപ്പൊ ഇതിന്റെയൊക്കെ പുറകിലുള്ള ദുരൂഹത അന്ന് തന്നെ ഈ സംശയങ്ങൾ ഓൾറെഡി വന്നതാണ്. എന്ത് കച്ചവടത്തിന് വേണ്ടിയാണ് മുഖ്യമന്ത്രി ഇപ്പൊ അടിക്കടി ഇവിടെ ഇപ്പൊ അമേരിക്ക 5-6 തവണ ഈ ട്രീറ്റ്മെന്റിന് വേണ്ടി വന്നു. ഇതിനെക്കുറിച്ച് ഒരു വിവരവും പബ്ലിക്കിന്റെ പണം, ഒരു ടാക്സ് മണി, പബ്ലിക്കിന്റെ പൈസ എടുത്ത് ചെലവാക്കി ഒരു കാര്യം നടപ്പിലാക്കുമ്പോൾ അത് പബ്ലിക് ജനങ്ങളോട് പറയാൻ അവകാശമുണ്ട്, ജനങ്ങൾക്ക് അത് അറിയാനുള്ള അവകാശമുണ്ട്. അത് കഴിഞ്ഞ ഏതാണ്ട് 5 വർഷമാകാൻ പോകുന്നു. ഈ സർക്കാരിന്റെ കാലാവധി തീരാൻ പോവാണ്. ഇത് ഈ ഒന്നാം സർക്കാരിന്റെ കാലത്തും പിണറായിയുടെ ഒന്നാമത്തെ സർക്കാരിന്റെ കാലത്തും രണ്ടാമത്തെ സർക്കാരിന്റെ കാലത്തും അങ്ങനെ ഒരു ട്രാൻസ്പെറൻസി, ഈ ട്രാൻസ്പെറൻസി എന്ന് പറയുന്ന ഒരു കാര്യം ഈ കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിലുള്ള സർക്കാരുകൾക്കൊന്നുമില്ല. അത് നമ്മൾ ലോകത്തിൽ എവിടെ നോക്കിയാലും നമുക്കറിയാം, കേരളത്തിൽ മാത്രമല്ല. ഇവർക്ക് ഈ ട്രാൻസ്പെറൻസി എന്ന് പറയുന്ന ഒരു കാര്യമില്ല. പിന്നെ പൊതുജനത്തോട് ഇവർക്ക് അങ്ങനെ ഒരു ഇവർ പറയുന്ന കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇവര് പൊതുജനത്തെ ഉദ്ധരിക്കാനാണെന്നൊക്കെ പറയുമ്പോഴും ഈ പൊതുജനത്തോട് അവരുടെ നികുതി പണമാണ് എന്നുള്ള കമ്മിറ്റ്മെന്റ് ഒന്നും ഇവർക്കില്ല. അതുണ്ടെങ്കിലല്ല ഇത് പറയാൻ പറ്റുള്ളൂ. ലക്ഷ്യം ചോദിച്ച ഒരു ചോദ്യത്തിന് ഞാൻ മറുപടി പറയാം. ഇത് അൺലിമിറ്റഡ് ആണോ എന്ന് ചോദിച്ചു. ഇവർക്കുള്ള സൗകര്യങ്ങൾ അൺലിമിറ്റഡ് ആണ്. അതിനകത്ത് സംശയമില്ല. ഇപ്പൊ നമ്മൾ US അല്ലെന്നുണ്ടെങ്കിൽ മറ്റു രാജ്യങ്ങളിലൊക്കെ ഇറ്റ്സ് ഇൻഷുറൻസ് ആണ്. അപ്പൊ ഈ കൺഗ്രഷണൽ മെമ്പേഴ്സിനാണേലും പിന്നെ അതുപോലെ തന്നെ സെനറ്റേഴ്സിനാണെങ്കിലും ഒക്കെ ഇൻഷുറൻസ് ആണ്. ഇവിടെ എന്ന് പറയുന്നത് ഇത് ഇൻഷുറൻസ് അല്ല. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു പോളിസി എന്ന് പറയുന്നത് ആ കാലത്തിലും അതിനുശേഷവും ഇവരുടെ അധികാരത്തിൽ നിന്ന് പോയി കഴിഞ്ഞാലും ഇവരുടെ ഈ മെഡിക്കൽ ഒക്കെ കവേർഡ് ആണ്. അത് അവർക്ക് കിട്ടുന്ന ഒരു വലിയ സൗകര്യമാണ് അവര് നടത്തുന്ന ജനസേവനത്തിൽ. ഈ ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ ഇത് കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കാൻ പോകുന്നത്, ഇത് കേരളത്തിലെ ഈ നമ്മൾ സൗത്ത് ഇന്ത്യ മാത്രം എടുത്തു കഴിഞ്ഞാൽ മറ്റുള്ള സംസ്ഥാനങ്ങൾ കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന, ഈ സംസ്ഥാനങ്ങൾ മാത്രം എടുക്കുക. അവിടെ ഒരു 40 വർഷം 50 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ആ അവസ്ഥയും ഇന്ന് ഈ സദേൺ സ്റ്റേറ്റുകളിലെ അവസ്ഥയും കേരളത്തിലെ അവസ്ഥയും തമ്മിൽ ഭയങ്കരമുണ്ട്. കാരണം കേരളം വളരെ മുന്നിലായിരുന്നു. ആ അവസ്ഥയിൽ നിന്ന് മറ്റുള്ള സംസ്ഥാനങ്ങൾ കേരളത്തെ കവച്ചു വെച്ച് പോയി. കാരണം നമ്മൾ അതിലേക്ക് ആ ഒരു നമ്മുടെ ടോപ്പിക്കിൽ നിന്ന് നമ്മൾ ഡീവിയേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിന്റെ ഇപ്പോഴത്തെ അരക്ഷിതാവസ്ഥയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് വരുന്ന 365 ദിവസം സംസാരിക്കാനുള്ള ടോപ്പിക് ഉണ്ട്. നമ്മൾ ഡിബേറ്റ് ചെയ്ത് പോകുന്നതല്ല. കാരണം ഈ മുഖ്യമന്ത്രിയുടെ ഈ ഒരു സർക്കിളിൽ അത് നമുക്ക് എക്സ്പോസ് ചെയ്യണം. ഈ മുഖ്യമന്ത്രിയുടെ നമുക്ക് എക്സ്പോസ് ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ ഈ യാത്രയിൽ ഉള്ള ദുരൂഹതകൾ. ഈ ജിൻസ് പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു വാസ്റ്റ് ടോപ്പിക്കാണ്. കാരണം കേരളം നശിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിനകത്തൊരു സംശയം വേണ്ട. അപ്പൊ അതിനകത്തിൽ ഈ മുഖ്യമന്ത്രിക്കും ഇപ്പോൾ ഭരിക്കുന്ന ഈ സർക്കാരിനും മാത്രമാണ് പിന്നെ ഉത്തരവാദിത്വം എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല. ഞാൻ പറയുന്നത് നമ്മൾ എടുത്തേക്കുന്ന ഈ ടോപ്പിക് എക്സ്പോസ് ചെയ്ത് തന്നെ പോകണം. കാരണം ഈ ഇടയ്ക്കിടയ്ക്കുള്ള ഈ അമേരിക്കൻ യാത്ര, ചികിത്സയുടെ മറവിലുള്ള ഈ അമേരിക്കൻ യാത്ര, അങ്ങനെ തന്നെ പറയേണ്ടി വരും. ചികിത്സയുടെ മറവിലുള്ള ഈ അമേരിക്കൻ യാത്ര. ഈ സ്വപ്ന സുരേഷിനെ ശരിക്കും പറഞ്ഞാൽ സരിത നായരുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ പറഞ്ഞ കാര്യങ്ങൾ, അവർ വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അവർക്ക് ജോലി കൊടുക്കാൻ ഇവര് തന്നെ വളരെ ബുദ്ധിപൂർവ്വം, അത് CPM-ന്റെ എല്ലാ തണുത്ത അവരുടെ കൂടെയുള്ള പാർട്ടിക്കാരെയൊക്കെ നിങ്ങൾക്കറിയാൻ പാടില്ലേ, ഈ പറഞ്ഞ SFI-ക്കാരോ DYFI-ക്കാരോ ഇവരാരെങ്കിലും പഠിച്ച് നേരെ പാടിന്, നമ്മുടെ കൂടെയൊക്കെ പഠിച്ച ആൾക്കാരെ നമുക്കറിയാലോ, ഇവരൊന്നും നേരെ പാടിന് മലയാളത്തിൽ പോലും ഒരു നേരെ പാടിന് ഒരു പേജ് എസ്സേ എഴുതാൻ കഴിവില്ലാത്ത ആൾക്കാരൊക്കെ ഇന്ന് കോളേജിന്റെ ഡീൻ വരെ ആയിട്ട് ഇരിക്കുന്നതിന്റെ കാരണം ഇത്രയേ ഉള്ളൂ. ഈ പാർട്ടി സപ്പോർട്ട് ചെയ്യുന്നു. എല്ലാ മത്സര പരീക്ഷകളും പാവപ്പെട്ട വിദ്യാർത്ഥികളെ ചതിച്ച് പാർട്ടിക്കാർ തന്നെ കൈക്കലാക്കി. ഇത് തന്നെയാണ് അവർ പറയുക. അപ്പം അന്ന് സ്വപ്ന സുരേഷ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇന്ന് കേരളത്തിൽ നമ്മൾ നടക്കുന്ന കാര്യങ്ങൾ, ഇപ്പൊ ചാൾസ് ശോഭരാജിനെ കുറിച്ചോ അല്ലെങ്കിൽ ദാവൂദ് ഇബ്രാഹിമിനെ കുറിച്ചോ ഒക്കെ അവരെയൊക്കെ ആൾക്കാർ ബഹുമാനിക്കുന്നുണ്ടായിരുന്നു. അവർ കാലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് നല്ല ആജ്ഞാശക്തി, നമ്മുടെ മുഖ്യമന്ത്രിക്കും വളരെ ആജ്ഞാശക്തിയുണ്ട്. കാര്യങ്ങളെ വളരെ കൂർമ്മ ബുദ്ധിയോടുകൂടി കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരു മുഖ്യമന്ത്രിയാണ് നമ്മുടെ മുഖ്യമന്ത്രി. അപ്പൊ മുഖ്യമന്ത്രിയുടെ നമ്മൾ അത്ര ഒരു പ്രവർത്തനങ്ങളെ നമ്മൾ സംശയത്തിന് ഇതുമായിട്ടുള്ള ഒരു മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞ് എല്ലാം കൂടെ ലിങ്ക് ചെയ്തു വരുമ്പോഴാണ് ഈ യാത്രയിലെയൊക്കെ ദുരൂഹത ഓപ്പൺ അപ്പ് ചെയ്തു വരുന്നത്. കാരണം അദ്ദേഹത്തിന്റെ മക്കളുടെ ബിസിനസ്, അവരുടെ മക്കൾ ഇവർ പറഞ്ഞ് ജനങ്ങളുടെ മുന്നിൽ കൊടുത്ത ഒരു ആശയത്തിന് നേരെ എതിരായിട്ടുള്ള കാര്യങ്ങളാണ് പിള്ളേരുടെ വിദ്യാഭ്യാസം തൊട്ട് മുന്നോട്ട് വന്നേക്കണേ. അപ്പൊ നമ്മൾ അമേരിക്കൻ യാത്രയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിലേക്ക് ഇപ്പൊ 5-6 തവണയായിട്ട്
അടുപ്പിച്ചടുപ്പിച്ചുള്ള യാത്രകളാണ് വരുന്നത്. ഈ അമേരിക്കയിൽ ഈ ലോക കേരള സഭ തന്നെ സെറ്റ് ചെയ്തത് അത് വളരെ കൃത്യമായിട്ട് പ്ലാനിങ്ങോട് കൂടിയാണ് നടന്നു വന്നേക്കണത്. അതിനുമായിട്ട് ബന്ധപ്പെട്ട് ഈ കുറെ ആൾക്കാരുടെ പേരുകൾ നമുക്ക് പറയണ്ട. പക്ഷെ ഇവിടെ ലിങ്ക് ചെയ്തപ്പെട്ടിട്ടുള്ള അല്ലെ ഇവിടുത്തെ ഈ പറയുന്ന ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്ന കാര്യം, ഇപ്പൊ സ്പ്രിങ്ക്ലറുടെ കാര്യങ്ങളൊക്കെ വളരെ അലിഗേഷൻ വന്ന് കേരളത്തിലൊക്കെ വന്നതാണ്. പക്ഷെ ഇതിനുള്ള തെളിവ് സംഘടിപ്പിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ആ തെളിവ് കാരണം ഇപ്പം അതേവിടെ ഹോസ്പിറ്റലിൽ കിടപ്പുണ്ട്. ആ ഹോസ്പിറ്റലിൽ ഇഷ്ടംപടി മലയാളി ഡോക്ടേഴ്സും അതിന്റെ ഹെഡ് തന്നെ ഒരു മലയാളി ഡോക്ടറാണ്. 6-7 സ്കൂളിന്റെ മേയോ ക്ലിനിക്കുമായിട്ട് ബന്ധപ്പെട്ട്. കാരണം ഹിപ്പ എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ഒരു നിയമം അനുസരിച്ച് ഒരു കാര്യവും, അതായത് ഭാര്യ അവിടെ വർക്ക് ചെയ്യുന്ന ഭാര്യ ഡോക്ടർ ആണെങ്കിൽ ഭർത്താവിനോട് ആ ഹോസ്പിറ്റലിൽ അവിടെ നടക്കുന്ന കാര്യങ്ങൾ പറയാൻ പറ്റില്ല. കാരണം അതൊരു പ്രൈവസി, അതൊരു ഇവിടുത്തെ വളരെ പ്രൊട്ടക്ഷൻ ഉള്ള ഒരു മാറ്ററാണ്. ഡേറ്റ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നതാണ് അമേരിക്കയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നില്ല. അപ്പൊ ഈ ഒരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല, വളരെ ദുരൂഹത ഈ യാത്രയിൽ ഉണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. അല്ല, അതിപ്പോ ജനങ്ങൾ തന്നെ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഇപ്പൊ സ്വന്തം പൈസ എടുത്തിട്ടാണ് പോയിരുന്നുവെങ്കിൽ അദ്ദേഹം എവിടെ പോയാലും എത്ര പ്രാവശ്യം പോയാലും ജനങ്ങൾ അത് ചോദിക്കത്തില്ലായിരുന്നു. പക്ഷെ ഇത് ഗവൺമെന്റിൽ നിന്ന് ജനങ്ങളുടെ പൈസ, നികുതി പണം എടുത്ത് പോകുമ്പോൾ ജനങ്ങൾക്ക് ചോദിക്കാനുള്ള അധികാരമുണ്ട്. ഇപ്പൊ ഷാജൻ പറഞ്ഞു അൺലിമിറ്റഡ് ആണ്. അത് സഭയിൽ ഇരിക്കുമ്പോഴും സഭയിൽ ഇല്ലാത്തപ്പോഴും അവർക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ഇത് ഉപയോഗിക്കാനുള്ള അധികാരമുണ്ടെന്നും അങ്ങനെ ഒരു ലോ നമുക്കുണ്ടെന്നും ഷാജൻ ഇപ്പൊ പറഞ്ഞു. ജനങ്ങൾക്ക് ചോദിക്കാനുള്ള അധികാരം വരുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ജനങ്ങൾ നികുതി പണമായി കൊടുക്കുന്ന പൈസ എടുത്തുകൊണ്ട് ഇവരിങ്ങനെ യാത്ര ചെയ്ത് ചികിത്സകൾ നേടുമ്പോഴാണ് ജനങ്ങൾ അത് ചോദിക്കുന്നത്. ഇപ്പൊ ജിൻസ് നേരത്തെ പറഞ്ഞു മറ്റ് സദേൺ സ്റ്റേറ്റുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ കേരളം വളരെ പിന്നോക്കം പോയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഷാജൻ അതിനെ എതിർത്തു. നമ്മൾ ഇത് ഈ മുഖ്യമന്ത്രിയുടെ യാത്രയും ഇതുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴത്തേന് അവിടെ കാര്യമുണ്ട് നമ്മൾ അത് സംസാരിക്കുമ്പോൾ. എന്തുകൊണ്ടെന്ന് വെച്ചാല് മുഖ്യമന്ത്രിയും പരിവാരങ്ങളും അണികളും ആണെങ്കിലും അവരുടെ സഭയിലുള്ളവരും എല്ലാവരും ചേർന്നിട്ട് അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയും അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനും അവരുടെ കാര്യങ്ങളൊക്കെ എല്ലാം ഫുൾഫിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുമാണ് അവരുടെ ഈ ഒരു ടേം അവർ ഉപയോഗിക്കുന്നത്. പക്ഷെ അതേ സമയത്ത് അറ്റ് ദ സെയിം ടൈമില് മറ്റുള്ള സദേൺ സ്റ്റേറ്റുകളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വികസനത്തിനാണ്, അവരുടെ ജനങ്ങളുടെ വികസനത്തിന് വേണ്ടിയും ആ നാടിന്റെ വികസനത്തിന് വേണ്ടിയും അവരുടെ ടൈം ഉപയോഗിക്കുന്നത് കാരണമാണ് നമ്മളുടെ കേരളവും മറ്റു സംസ്ഥാനങ്ങളും തമ്മിലുള്ള വ്യത്യാസം അവിടെ കാണാൻ പറ്റുന്നത് നമുക്ക്. അപ്പൊ ഈ സമയത്ത് ജിൻസ് പറഞ്ഞതുപോലെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഈ വിദേശ യാത്രയും അതിനൊരു കാരണം തന്നെയാണ്. അത് മെയിൻ കാരണമെന്നല്ല, അതും ഇതിനോട് ചേർത്ത് വായിക്കപ്പെടേണ്ട ഒരു കാരണം തന്നെയാണ്. ഈ പറഞ്ഞതുപോലെ അടിക്കടിയുള്ള വിദേശ യാത്രകൾ അത് എവിടെയോ ആയിക്കൊള്ളട്ടെ, അമേരിക്കയോ അല്ലെങ്കിൽ കാനഡയോ ലണ്ടനോ UAE ഈ കണക്ട് ചെയ്ത് വരുന്നതോ, ഇതൊരു ഒരു ഫ്ലൈറ്റിൽ കയറിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഒരു ട്രാൻസിറ്റ് എടുത്ത് കണക്ട് ചെയ്ത് പോകുന്നത് പോലെയാണ് ഇദ്ദേഹത്തിന് അങ്ങനെ സുഖമായിട്ട് പോകുന്നതും. അസുഖമുണ്ട്, ചികിത്സിക്കപ്പെടേണ്ടതാണ്, ആരോഗ്യവാനായ ഒരു മുഖ്യമന്ത്രി നമുക്ക് വേണ്ടതാണ്. എങ്കിൽ മാത്രമേ നാട്ടിലുള്ള ജനങ്ങൾ ആരോഗ്യമായിട്ട് ഇരിക്കാനായിട്ട് അദ്ദേഹത്തിന് ആരോഗ്യമായിട്ട് നമ്മളുടെ ജനങ്ങളെ ഭരിക്കാൻ പറ്റുകയുള്ളൂ. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ അതേ സെയിം ഇതില് നമ്മളുടെ ജനങ്ങൾക്കും ആരോഗ്യകരമായ ഒരു ചുറ്റുപാടും അല്ലെങ്കിൽ എത്രത്തോളം നമ്മളുടെ ജനങ്ങൾക്ക് ആരോഗ്യത്തിന്റെ ഇതിലും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും എത്രത്തോളം ഭരണം നിർവഹിക്കപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളിലും മുഖ്യമന്ത്രിയുടെ ശ്രദ്ധ വരുന്നുണ്ടോ എന്നുള്ള കാര്യവും ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളെന്നല്ല, എല്ലാ മനുഷ്യർക്കും ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഈ പുത്രവാത്സല്യം എന്ന് പറയുന്ന ഒരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്വന്തം മക്കളെ ഒരു നല്ല നിലയിൽ അടുപ്പിക്കേണ്ട ഉത്തരവാദിത്വം എല്ലാ കാരണന്മാർക്കും ഉണ്ട്. അവർക്ക് ആഗ്രഹം ഉണ്ടാവും ആ രീതിയിൽ വളർത്തിക്കൊണ്ടുവരാൻ. പക്ഷെ ഇതിനൊക്കെ ഒരു ആശയത്തിന് മേളിൽ ഒരു ഭരണകർത്താവ് എന്ന് പറയുമ്പോൾ നിസ്വാർത്ഥമായിട്ട് ഇങ്ങനെയുള്ള വികാരങ്ങൾക്ക് അടിമപ്പെടാതെ ഒരു ഭരണം നടത്തിക്കൊണ്ട് പോകുന്ന ആളാണ് യഥാർത്ഥ ഭരണാധികാരി എന്നൊക്കെ പറഞ്ഞ ചരിത്രത്തിൽ അങ്ങനെയുള്ള ഒത്തിരി നേതാക്കന്മാരൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം കരുണാകരനെ കുറിച്ച് പുത്രവാത്സല്യവും ആശ്രിതവത്സനുമായിട്ടുള്ള ഒരു നേതാവ് എന്ന നിലയിലാണെന്നുണ്ട്. അന്ന് ഈ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ കരുണാകരനെ എത്രമാത്രം ചീത്ത വിളിച്ചു, എത്രമാത്രം അപമാനിച്ചു എന്നുള്ളത് അറിയാം. പക്ഷേ
ഒരു തെളിവും ആ ഒരു കാര്യത്തിൽ അന്നത്തെ കാലഘട്ടത്തിൽ കരുണാകരൻ സ്വന്തം മക്കളെ സ്വന്തം മക്കളെയും അവരെയൊക്കെ ഒരു മക്കളുമായിട്ട് ബന്ധപ്പെട്ട അഴിമതി മുരളീധരന്റെ ഒക്കെ പേരിൽ എന്തെല്ലാം കാര്യങ്ങൾ അലിഗേഷൻ, ഈ കമ്മ്യൂണിസ്റ്റുകാർ ഒത്തിരി അലിഗേഷൻസ് ഒക്കെ പറഞ്ഞെങ്കിലും ഇതുപോലെ ഇത്ര തെളിവോടുകൂടി വന്നിട്ടില്ല. നമ്മുടെ മുഖ്യമന്ത്രിയുടെ മകളുടെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് എത്ര ക്ലിയർ ആയിട്ടൊരു കേസാണ്. ഈ എക്സാലോജി കമ്പനിയായി ബന്ധപ്പെട്ട് ഒരു സർവീസ് കൊടുത്തു എന്ന് പറയണ ഒരു IT കമ്പനി സർവീസ് കൊടുത്തു. നമ്മൾ ഈ വേർഡിന്റെയും മറ്റേ മൈക്രോസോഫ്റ്റിന്റെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അത് പ്രവർത്തിക്കുന്നതിന് അത് സാമാന്യ ബോധമുള്ള കമ്പ്യൂട്ടറിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അറിയാവുന്നവർക്കറിയാം അതൊരു വലിയ തട്ടിപ്പായിരുന്നു എന്നും ഇത്രയും പൈസ കോടിക്കണക്കിന് രൂപ ഇത് മുഖ്യമന്ത്രിക്ക് വേണ്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്ത ഒരു വലിയ അഴിമതിയാണെന്നുള്ള കാര്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള എക്സാമ്പിൾസ് മുന്നിൽ നിൽക്കുമ്പോഴാണ് ഈ വക ബന്ധങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയിലേക്ക് ഈ പരിപാടി വരുന്നത്. അപ്പൊ അമേരിക്കയില് ഇത് വളരെ ഞാനിത് പറയുന്ന ഉടനെ നിങ്ങൾക്ക് വളരെ തമാശയായിട്ട് തോന്നും. പക്ഷെ ഞാനത് പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ വീണ്ടും പറയും, ഞാനത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മൾ അമേരിക്കയിൽ നിന്ന് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന ഒരു ചാനലാണല്ലോ, അതുകൊണ്ട് നമുക്കിത് പറയാതിരിക്കാൻ പറ്റില്ല. നമ്മൾ US പൊളിറ്റിക്സ് ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ US മലയാളികളുടെയും ഇന്ത്യക്കാരുടെയും ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് പറയാതിരിക്കാൻ കാര്യമില്ല. ഞാൻ എപ്പോഴും പറയുന്നതാണ്, അമേരിക്കയിലെ ഡെമോക്രാറ്റുകളും നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരും അല്ലെങ്കിൽ CPM-കാരും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. ഐഡന്റിക്കൽ ട്വിൻസ് ആണ്, ഒരു സംശയവും വേണ്ട. നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ. ഒരു പറഞ്ഞ പോയിന്റിൽ നമ്മളത് സമ്മതിക്കല്ല. കാരണം ഇവിടെ ഏത് പാർട്ടി ആനയാടും പോലെയുള്ള വ്യത്യാസമുണ്ട്. അമേരിക്കയിലെ അഭിനവ ഡെമോക്രാറ്റുകളും CPM-കാരും തമ്മിൽ ഒരു വ്യത്യാസമില്ല. ഒരു വ്യത്യാസമില്ല. അത് എന്നാ പറഞ്ഞാലും ഞാൻ സമ്മതിക്കുന്നില്ല. ഇത് കേട്ടെ, അഭിനവ ഡെമോക്രാറ്റുകളും അമേരിക്കയിൽ ഇപ്പൊ ഞാൻ പറയാം ആ ഒരു കാര്യത്തിൽ ഞാൻ പറയാം, ഞാൻ രജിസ്റ്റേർഡ് റിപ്പബ്ലിക്കനാണ്. പക്ഷെ അതുകൊണ്ട് ഞാൻ പറയാണ്, ഇവിടുത്തെ ഈ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയിൽ നിന്നുകൊണ്ടുള്ള അതായത് ഒരു ഫേവറിറ്റിസം ഒക്കെ ഡെമോക്രാറ്റുകൾ കാണിക്കുന്നുണ്ട്, നമുക്കറിയാം. ഇപ്പൊ ഞാൻ പറഞ്ഞ ഫേവറിറ്റിസത്തിന്റെ കാര്യത്തിലല്ല, ഞാൻ പറഞ്ഞ ഫേവറിറ്റിസം മാത്രമല്ല, ഇവരെന്ത് കാണിച്ചാലും ഇവർക്ക് അതിന് ഈ റൂളും ലോയും ഒന്നും ഇവർക്ക് ബാധകമല്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഇവര്. റൂളിൽ അത് കേരളത്തിലെ കാര്യം പറയാം. പക്ഷെ അമേരിക്കയിലെ ഈ ഇവിടെ ഒന്നും പ്രവർത്തിക്കാൻ പറ്റിയല്ല. ആ കാര്യത്തിൽ സംശയമില്ല. ഇവിടെ അത് പറ്റത്തില്ലല്ലോ. അങ്ങനെ ഒരു ഇതിവിടെ പറ്റത്തില്ലല്ലോ. റൂൾസും റെഗുലേഷനും എതിരായിട്ട് ഇവിടെ അത് പ്രവർത്തിക്കാൻ പറ്റത്തില്ലല്ലോ. ഇപ്പൊ നമ്മൾ എത്രയോ അങ്ങനെയല്ല. നിങ്ങളെ ഡെമോക്രാറ്റ് സ്റ്റേറ്റുകളിൽ എന്ത് റൂള്, കാലിഫോർണിയയിലൊക്കെ എന്ത് റൂള്? ഒരു റൂളും ഇല്ല. ഞാൻ അതാ ഞാൻ പറയാൻ വന്നേ. ഞാൻ പറഞ്ഞത് ഫെഡറൽ ലോയുടെ കാര്യമല്ല. ഞാൻ പറഞ്ഞ ഡെമോക്രാറ്റുകൾ അടക്കി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ടിപ്പിക്കൽ കമ്മ്യൂണിസ്റ്റ് ഭരണമല്ലേ. ഞാനപ്പോ പറയാൻ വന്നതേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം നോക്കി, മിനിസോട്ടയിലെ മയോ ക്ലിനിക്കിലാണെന്ന് തോന്നി പോയേക്കുന്നത്. അതിന്റെ ഗവർണർ എന്ന് പറയുന്നത് ടിം വാൾസ് ആണ്. ഞാൻ ചോദിക്കട്ടെ, ഈ ഡിപ്ലോമാറ്റിക് വിസയിൽ പോയി ഇതിനെ കുറിച്ചൊക്കെ എന്താണ് ഒരു ഡിസ്കഷൻ വരാത്തത്? ഈ ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റിയിൽ പോയിട്ട് എന്തുകൊണ്ട് ഇതിനെ കുറിച്ചൊന്നും ആളുകൾ ചർച്ചയാക്കുന്നില്ല? എന്തുകൊണ്ട് ഇതിനെക്കുറിച്ച് ഒരു അന്വേഷണം വരുന്നില്ല? എന്താണ് ഇതിന്റെ പുറകിൽ? നമ്മള് പല അലിഗേഷൻസ് പറയുന്നു, സ്വർണ്ണക്കടത്തിന്റെ അലിഗേഷൻ പറയുന്നു, അതുപോലെ തന്നെ പിന്നെ മറ്റ് അമേരിക്കയുമായിട്ട് വിരോധമുള്ള കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പിന്നെ നമ്മള് ഇത് പറയുന്നു, പരാതി പറയുന്നു. അതുപോലെ തന്നെ പിന്നെ അമേരിക്കയുടെ ഏറ്റവും വലിയ ഇഷ്യൂ ആണ് പാലസ്തീൻ ഇഷ്യൂ. ആ പാലസ്തീൻ ഇഷ്യൂ ഷാജന പറഞ്ഞ ആ ഒരു പോയിന്റിലുള്ള പ്രശ്നം എന്താണെന്നറിയാവോ? ഇപ്പൊ നമുക്കൊരു ഒരു എൻക്വയറി നടക്കണമെങ്കിൽ ആ എൻക്വയറിക്ക് ഒരു പരാതിക്കാരൻ ഉണ്ടാകണം. ഈ പരാതിക്കാരൻ ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ CPM അല്ലെങ്കിൽ ഈ ഒരു മന്ത്രിമാര് നടത്തുന്ന പല പരിപാടികളും, പ്രത്യേകിച്ച് നമ്മുടെ മുഖ്യമന്ത്രി എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ നടത്തുന്നുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ ബ്രെയിൻ എന്ന് പറയുന്നത് സിവിൽ സർവീസ് പാസ്സായിട്ട് വന്ന ആൾക്കാരാണ് ഇതിനൊക്കെ അഡ്വൈസ് കൊടുക്കുന്നത്. ഇത് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഇതിനെ ലിങ്ക് ചെയ്ത് ഇതിനെ ഓപ്പൺ ആയിട്ട് ഒരു പരാതി കൊടുത്ത് അതിലൊരു അന്വേഷണം നടത്തി ഒന്നും പുറത്തു വരേണ്ട കാര്യങ്ങളല്ല. പക്ഷേ ചില കാര്യങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ഈ മുഖ്യമന്ത്രി എന്തിന് വിദേശത്ത് പോകുന്നു, എപ്പോഴൊക്കെ പോകുന്നു, എവിടെയൊക്കെ പോകുന്നു, പ്രോട്ടോകോൾ അത് ലോകത്തെല്ലായിടത്തും ഈ ഭരണകർത്താക്കൾ കോമൺ ആയിട്ട് ചെയ്യുന്നതാണ്. കാരണം ഇത് ഓഡിറ്റിങ്ങിന് വിധേയമാണ്.
ഇപ്പം കേരളത്തിലെ കാര്യത്തിൽ നമ്മൾ പറയുമ്പോൾ നമ്മൾ മലയാളികൾ ഇപ്പൊ നമ്മൾ അമേരിക്കയിൽ നിന്നുള്ള ഒരു ചാനൽ ഇങ്ങനെ ഒരു ഡിസ്കഷൻ നടത്തുന്നത് എന്തിനാന്നുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയിലെ സെക്കൻഡ് ലാർജസ്റ്റ് കമ്മ്യൂണിറ്റിയാണ് മലയാളികൾ. 6 ലക്ഷത്തോളം മലയാളികൾ ഈ അമേരിക്കയിലുണ്ട്. ഡോക്യുമെന്റേഷൻ ഉള്ളതും ഡോക്യുമെന്ററി ഇല്ലാത്തതുമായിട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. അവരുടെ 5ാമത്തെ 5G തലമുറയാണ് ഇവിടെ അമേരിക്കയിൽ വളർന്നു വരുന്നത്. അപ്പൊ ഇവരൊക്കെ നമ്മുടെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് നമ്മുടെ നാട്ടിൽ കിടപ്പുണ്ട്. അമേരിക്കൻ മലയാളികളുടെ അസറ്റ് കാസർഗോഡ് തൊട്ട് കന്യാകുമാരി വരെയും വളരെ വികസിതമായിട്ട് കിടപ്പുണ്ട്. അപ്പം അതിൻ്റെ വരെയും ടോർപ്പിട കൊടുക്കാൻ വേണ്ടി ഈ മന്ത്രിസഭ, കാരണം കട്ടുകട്ടി ചെല്ലാനായിട്ട് വരുമാനം ഇല്ലാതെ വന്നപ്പോൾ ഈ ലോൺ എടുത്ത് കളിക്കുന്ന പരിപാടി ആയതുകൊണ്ട് ഇതിന് പൂട്ടിക്കിടക്കുന്ന വീടുകൾക്ക് ടാക്സ്, നിങ്ങൾക്കറിയാം കുമ്പനാട് അല്ലെങ്കിൽ കോട്ടയത്തിന്റെ പല പ്രദേശങ്ങള്, പല സ്ഥലങ്ങളിലും പ്രവാസികൾ നാട് വിട്ടുപോയിട്ട് ഒത്തിരി വീടുകൾ കിടപ്പുണ്ട്. അപ്പൊ അവിടെ ടാക്സ് ഏർപ്പെടുത്താൻ വേണ്ടി ഈ സർക്കാർ തുനിഞ്ഞതിന്റെ കാരണം എന്താണ്? വേറെ എങ്ങൊന്നും ടാക്സ് പിടിക്കാൻ പറ്റുന്നില്ല. ഈ സർക്കാരിന് അത് പിടിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെയാണ് അത് പറയുന്നത്. അപ്പൊ നമ്മൾ ഒരു കാര്യം പറഞ്ഞു വന്നത്, അപ്പൊ മലയാളികൾക്ക് എന്തുകൊണ്ടാണ് ഇതിന്റെ അകത്ത് ഇൻട്രസ്റ്റ്, എന്തുകൊണ്ടാണ് നമ്മൾ ഇതിനെക്കുറിച്ച് പറയുന്നത് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഇത്രയും വലിയൊരു മലയാളി സമൂഹമാണ് നമ്മുടെ ഈ രാജ്യത്ത്, ഇവിടെ തന്നെയാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അമേരിക്കക്കാരനാന്ന് പറഞ്ഞാൽ അല്ലെ ഇംഗ്ലണ്ടുകാരനാന്ന് പറഞ്ഞാൽ നാട്ടിലെ സഹാക്കൾക്ക് പറയുമ്പം അറിയാം മുതലാളിത്ത രാജ്യത്ത് നിന്ന് വരുന്നു, ഒരു തേമ്പ് കിട്ടാനുള്ള എല്ലാ സകല സാധ്യതയും അവിടെ അവശേഷിപ്പിച്ചിട്ടുണ്ട്. അതാണ് അവരുടെ പാർട്ടി നേതൃത്വം അവരെ പറഞ്ഞു പഠിപ്പിക്കുന്നത്. അപ്പൊ അവരുടെ നേതാക്കൾ തന്നെ ഇവിടെ വന്നിട്ട് എന്തൊക്കെ അന്തർധാരകളാണ് സജീവമാക്കി നിലനിർത്തുന്നത് എന്നുള്ള കാരണത്തെ കുറിച്ച് നമുക്ക് അന്വേഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട്. അത് ഇവിടുന്ന് അന്വേഷിക്കാനും ഇത് അവർ ഓഡിറ്റിങ്ങിന് അവർ തന്നെ വിധേയരാകുക എന്നുള്ളത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ആ റെസ്പോൺസിബിലിറ്റി അവർക്ക് ബോധ്യം തന്നെ, അവരുടെ അണികൾക്ക് ആദ്യം ബോധ്യം തന്നെ. അവരുടെ അണികൾ കഴുതകളായിട്ടിരിക്കുവാണെങ്കിൽ, അവരുടെ അണികൾക്ക് ഇതിനെക്കുറിച്ച് വിവരമില്ലെങ്കിൽ, എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയുന്ന വിശ്വസിക്കുവാണെങ്കിൽ, അവരുടെ നേതാക്കന്മാർ വളരെ സുഖത്തോടും സന്തോഷത്തോടും കൂടി കഴിഞ്ഞോട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു അണികളാണ് അവർക്കുള്ളത്. അതിനെക്കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റിയല്ല. പക്ഷേ അത് പബ്ലിക് ഇൻട്രസ്റ്റ് ആകുമ്പോൾ, പബ്ലിക്കിന്റെ വിഷയമാണെന്ന് വരുമ്പോൾ അത് ചോദിക്കപ്പെടണം, അതിന് ഓഡിറ്റിംഗ് നടത്തണം. എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്ത് ട്രീറ്റ്മെന്റ് ആണ് എടുക്കുന്നത്, എന്തൊക്കെ പരിപാടികൾ ചെയ്യുന്നുണ്ട്, അതുകൂടാതെ ആരൊക്കെയാണ് കണ്ടേക്കുന്നത്, ആരൊക്കെയാണ് അവിടെ വിസിറ്റേഴ്സ് ആയിട്ട് വരുന്നത്, ഇത് ഓഡിറ്റിംഗിന് പറയാം. കാരണം അവർ തിന്നുന്നത്, അവർ ഉടുക്കുന്നത്, അവർ യാത്ര ചെയ്യുന്നത്, ഇതെല്ലാം ഈ പാവപ്പെട്ട റേഷനറി മേടിക്കുന്ന ആ റേഷനറിയുടെ ടാക്സും കൂടെ ഏറ്റെടുത്തിട്ടാണ് ഇവർ ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ള ഒരു ബോധ്യം ഇവർക്കുള്ളപ്പം ഇവർ ആ ഓഡിറ്റിങ്ങിന് വിധേയമായേ പറ്റുള്ളൂ. ഫോൺ ചെയ്യുന്നത് പോലും, കാരണം ഈ വന്ന് ദുരൂഹത എന്ന് പറഞ്ഞപ്പോഴത്തേനും ഫോൺ ചെയ്യുന്നതും പല ആൾക്കാർക്കാണല്ലോ, അതുപോലും നമ്മളുടെ പൈസ, അവിടുത്തെ ജനങ്ങളുടെ കാശാണെന്നുള്ള ബോധ്യം വേണം. പിന്നെ അതുകൂടാതെ ഞാൻ ഇതിനോടൊപ്പം ചേർക്കാൻ ഷാജൻ പറയാൻ ഉദ്ദേശിച്ചതാണ്, ഷാജൻ അത് അവിടെ നിർത്തിക്കളഞ്ഞു. അതായത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും കമ്മ്യൂണിസ്റ്റ് അല്ലാതാവുകയും, ഇവിടെ നിന്ന് തിരിച്ചു ചെല്ലുമ്പോൾ വീണ്ടും കമ്മ്യൂണിസ്റ്റ് ആവുകയും, വീണ്ടും തിരിച്ച് യാത്ര ചെയ്യുമ്പോൾ വീണ്ടും കമ്മ്യൂണിസ്റ്റ് അല്ലാതാവുകയും ചെയ്യുന്നത് ജനങ്ങൾക്കറിയാം. അണികൾക്ക് മാത്രം അത് അണികൾ മറക്കാൻ ആഗ്രഹിക്കുന്നതാണോ അതോ വേണ്ടെന്ന് വെക്കുന്നതാണോ എന്ന് അറിയത്തില്ല. പക്ഷെ അവർ വീണ്ടും വീണ്ടും അതെന്താ പറയാ, അടിമകളോ അല്ലെങ്കിൽ അനുചരന്മാരോ അങ്ങനെ ആയി തന്നെ ആകാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും അത് കണ്ടിന്യൂ ആയി പോകുന്നത്. കാരണം നമ്മൾ ഇവിടെ ഈ പറഞ്ഞതുപോലെ ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള പ്രോട്ടോകോളും ലീഗാലിറ്റിയും ഒക്കെ ഉണ്ട്. പക്ഷെ ഇങ്ങോട്ട് വരുമ്പോൾ കമ്മ്യൂണിസ്റ്റ് അല്ലാതാവുകയും, അങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ വീണ്ടും കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റ് ആവുകയും, തിരിച്ചു വീണ്ടും എത്ര പ്രാവശ്യം ഇങ്ങോട്ട് വരുമ്പോഴും വീണ്ടും വീണ്ടും കമ്മ്യൂണിസ്റ്റ് അല്ലാതാകുന്ന ആ പ്രതിഭാസം, അതൊരു പ്രതിഭാസം തന്നെയാണ്. ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്ന് ആലോചിച്ചു നോക്കൂ. ആദ്യത്തെ ഭരണത്തിൽ തന്നെ എന്തെല്ലാം അഴിമതികളും ദുരൂഹതകളും എല്ലാം ഉണ്ടായിട്ടും വീണ്ടും ജനങ്ങൾ വോട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ, അപ്പൊ നമ്മള് വിശ്വസിക്കേണ്ട ഒരു കാര്യം, ഈ ജനങ്ങൾ അങ്ങ് അനുഭവിക്കാനായിട്ട് തന്നെ അവരെ തന്നെ വിട്ടുകൊടുത്തേക്കുകയാണെന്നുള്ളതാണ്. അപ്പോ ഇത് എന്താ പറയുക, ഇവരെ സംബന്ധിച്ച് ഇതൊന്നും ഒരു വിഷയമല്ലാത്തതിന്റെ കാരണം, ഇത് പാർട്ടിയോ അല്ലെന്നുണ്ടെങ്കിൽ പാർട്ടിയുടെ അംഗങ്ങളോ അനുയായികളോ ഇതിനെതിരെ പ്രതികരിക്കുന്നില്ല. അതാണ് അതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. എന്നിട്ട് പറയുന്നത് എന്താണ്? ഇവർ പറയുന്നത് പ്രതിപക്ഷ പാർട്ടികളിൽ അല്ലെങ്കിൽ കോൺഗ്രസിൽ അടിയാണ്, ബഹളമാണ്. കാരണം എന്താണ്? അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനായിട്ടുള്ള അമിതമായ സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ടാണ് ഇവർ പറയുന്നത്. ഈ പാർട്ടിയിൽ CPM അതിന് സ്വാതന്ത്ര്യമില്ല. പിണറായി വിജയൻ പറയുന്നതാണ് അവസാന വാക്ക്. അതിനപ്പുറത്ത് ഒരാളും ചലിക്കില്ല. അങ്ങനെ ഒരു സംവിധാനത്തിൽ, അങ്ങനെ ഒരു സിസ്റ്റത്തിൽ കൂടി പോകുന്ന ഒരു പാർട്ടിയിൽ എന്ത് അനുയായികള്, എന്ത് പറയാൻ പറ്റും? എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ അവരെ അങ്ങ് ഇല്ലായ്മ ചെയ്ത് കളയല്ലേ. അപ്പൊ അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതൊന്നും പറയാനായിട്ട് ഉള്ള സ്പേസ് ഇല്ല, അതിനുള്ള പ്ലാറ്റ്ഫോംസ് ഇല്ല. അപ്പോ ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഇതിന്റെ തിക്തഫലങ്ങൾ അനുഭവിക്കുന്നത്
കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളാണ്, കേരളത്തിലെ നികുതിദായകരാണ്. അവരുടെ നികുതി പണം ഉപയോഗിച്ച് കാണിക്കുന്ന ഈ കോപ്രായങ്ങൾ, ഈ യാത്രകൾ, ഇതിനകത്തിലെല്ലാം ദുരൂഹത വിട്ടുമാറാതെ ഒഴിയാതെ മുൻപോട്ട് പോവുകയാണ്. വീണ്ടും ഇനി ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോകുമ്പോൾ ജനങ്ങൾ ഇതൊക്കെ ഓർക്കുമോ ചിന്തിക്കുമോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നിങ്ങളുടെ ജിൻസ് മുമ്പേ പറഞ്ഞു, ബ്യൂറോക്രാറ്റ്സിന്റെ കാര്യം പറഞ്ഞു. ഉദ്യോഗ തലത്തിൽ പോലും വലിയ ഫ്രസ്ട്രേഷൻ ഉണ്ട്. പക്ഷെ അവർക്ക് പുറത്തു പറയാൻ ഒരുത്തർക്കും അതിനുള്ള നട്ടല്ലില്ല, അതിനുള്ള ധൈര്യം ഇവർക്കൊന്നുമില്ല. IAS ഉദ്യോഗസ്ഥന്മാരുടെ, IPS ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിൽ ഈ ഭരണത്തിനെതിരെയുള്ള ഒരു വികാരവും ഒരു ഫ്രസ്ട്രേഷനും ഉണ്ട്. എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള IAS ഓഫീസർമാരെ എന്നോട് വ്യക്തിപരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവർക്കൊന്നും പറയാൻ ധൈര്യമില്ല. പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അവരുടെ പേരിൽ ഒരു അന്വേഷണം, ഇല്ലെങ്കിൽ അടുത്ത ദിവസം സസ്പെൻഷൻ. അപ്പൊ ഇതാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിൽക്കുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി ഈ പ്രശ്നങ്ങളൊന്നും അദ്ദേഹത്തെ ബാധിക്കുന്നില്ല എന്നുള്ള നിലയിൽ ചികിത്സ എന്ന് പറഞ്ഞ് US നിരന്തരം യാത്ര നടത്തുന്നു. എന്ന് ഇതിന്റെ സത്യങ്ങൾ പുറത്തു വരും. എന്താണ് അദ്ദേഹത്തിന്റെ പ്രശ്നം? എന്താണ് അദ്ദേഹം? ഇപ്പൊ അമേരിക്കയിൽ തന്നെ ഈ കമ്മ്യൂണിസത്തിനെ എതിർക്കുന്ന, അതിനുവേണ്ടി അതിന്റെ കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്ന പല NGOസും ഇവിടെയുണ്ട്. അപ്പം ഇതുമായിട്ട് താല്പര്യപ്പെട്ട ഈ ദുരൂഹത, ഇവിടുത്തെ ഈ വിസിറ്റിന്റെ ഈ ദുരൂഹത ഒക്കെ മാറാനായിട്ട് ആ NGOകളുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനകത്ത് താല്പര്യപ്പെട്ട് നിൽക്കുന്ന സംഘടനകളൊക്കെ മുന്നിട്ടിറങ്ങി അതിനെക്കുറിച്ച് ഒരു അന്വേഷണം, ഒരു ഓഡിറ്റിങ്ങിനുള്ള വിധേയമാക്കണമെന്നുള്ള അതിനൊക്കെ മുൻകൈ എടുക്കുന്ന മലയാളി സംഘടനകളൊക്കെ മുന്നോട്ട് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്നത്തെ ഈ വിഷയം നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. താങ്ക് യു.